ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൈമാസ് വെള്ളിലേക്ക് സ്വാഗതം. ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നല്ലോ, നമ്മുടെ 150ഓളം താറാവിനെ തിന്ന പെരുമ്പാമ്പിനെ കിട്ടിയെന്ന്. അത് വലയിൽ കുരുങ്ങിയത് കാരണം അതിൻ്റെ ദേഹമെല്ലാം മുറിഞ്ഞിരുന്നു. അപ്പം നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ അറിയിച്ചപ്പോഴത്തേക്ക് അവിടെ നിന്നും ചാർലി വർഗീസ് ഫോറസ്റ്റ് ലൈസൻസ്ഡ് സ്നേക്ക് റെസ്ക്യൂർ വന്നിരുന്നു. അദ്ദേഹം വന്ന് പതുക്കെ ഈ വല കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മുടെ പെരുമ്പാമ്പിനെ കൊണ്ടുപോയിരുന്നു. കൊണ്ടുപോയ പെരുമ്പാമ്പിനെ സംരക്ഷിക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ ഇടുന്നത്. അത് നമ്മുടെ ട്രീറ്റ് അൺയൂഷ്വൽ വെറ്റിനറി ഹോസ്പിറ്റൽ കവല, ഹരിപ്പാട് തന്നെ ഇങ്ങനൊരു ഹോസ്പിറ്റലുണ്ട്. നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന മിക്കവർക്കും ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും. ഇങ്ങനെ വന്ന് ഫോറസ്റ്റിൽ നിന്ന് വന്ന് സ്നേക്ക് റെസ്ക്യൂർ വന്ന് നമ്മൾ പിടിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്ക് ആൾക്കാരിലൊരു തെറ്റിദ്ധാരണയുണ്ട്, അത് വേറെ എവിടോട്ടെങ്കിലും കൊണ്ടുപോയായിരിക്കും എന്നൊക്കെയുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്. അത് മാറ്റാൻ വേണ്ടി മാത്രമാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. നമ്മുടെ കവലയിൽ തന്നെ ഇങ്ങനെ ഒരു വെറ്റിനറി ഹോസ്പിറ്റൽ ഉണ്ടെന്നും കൂടി നമ്മളെല്ലാവരും അറിയുക. അവിടെ കൊണ്ടുപോയി അതിനെ നല്ല രീതിയിൽ അവർ കെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആ ദേഹത്തെ മുറിവ് എല്ലാം സംരക്ഷിച്ച് നല്ല രീതിയിൽ മരുന്ന് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. പിന്നെ ഞാൻ അതിനകത്തിൽ നേരത്തെ ഒരു വീഡിയോയ്ക്കകത്തിൽ ഞാനൊരു പറഞ്ഞിരുന്നു, അദ്ദേഹം ഒരു വൈദികൻ കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സേവനമായിട്ടാണ് അദ്ദേഹം നമ്മുടെ ഈ സ്നേക്കിനെ ഇങ്ങനെ പിടിക്കാനായിട്ട് വരുന്നത്. അദ്ദേഹം ഒരു റെസ്ക്യൂറാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അദ്ദേഹം നമ്മുടെ നാടുകളിൽ വന്ന് നമ്മളെ രക്ഷിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ജീവനും പണയം വെച്ചാണ് അദ്ദേഹം ഇങ്ങനെ ഒരു രംഗത്തോട്ട് ഇറങ്ങുന്നത്. അപ്പോൾ നാട്ടുകാരുടെ ഫുൾ സപ്പോർട്ട് അദ്ദേഹത്തിന് ഉണ്ടാകണം. പിന്നെ നമ്മുടെ കണ്ടോ, പെരുമ്പാമ്പിൻ്റെ ഓരോ നല്ല രീതിയിലാണ് അവർ കെയർ ചെയ്യുന്നത്. മരുന്നും ഒക്കെ വെച്ച് നല്ല രീതിയിൽ മുറിവ് ഉണങ്ങാൻ വേണ്ടിയുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് ആ ഹോസ്പിറ്റലിൽ കൊടുക്കുന്നത്. നമുക്ക് ഒന്നും പറയാൻ വയ്യ, അത്രയ്ക്ക് നല്ല രീതിയിൽ കെയറിങ് ആണ് അവർ നമുക്ക് ആ ഒരു നമ്മുടെ ഒരു ജീവിയോട് കാണിക്കുന്നത്. അതും ഒരു ജീവജാലങ്ങളിൽപ്പെട്ട നമ്മൾ മറ്റുള്ളവരെല്ലാം അതൊരു മൃഗമല്ലേ പോട്ടെ എന്നുള്ള രീതിയിൽ നമ്മളെല്ലാവരും കരുതും. പക്ഷേ അങ്ങനല്ല, നമ്മുടെ ഭൂമിയിൽ ജീവിക്കാൻ അതിനും ഒരു അവകാശമുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്രയ്ക്ക് നല്ല രീതിയിലാണ് ഈ ഹോസ്പിറ്റലിൽ കെയർ ചെയ്യുന്നത്. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ടീമിനും ഒരുപാട് നന്ദി. ഈ അവസരത്തിൽ സൈമാസ് വേൾഡിൻ്റെ പേരിലും ഞങ്ങളുടെ കാട്ടിൽ മാർക്കറ്റിലുള്ള അത്രയും ജനങ്ങളുടെ പേരിലും, ഞങ്ങളുടെ കാട്ടിൽ മാർക്കറ്റിലുള്ള ജനങ്ങളെന്ന് വെച്ചാൽ ഒരു സാധാരണപ്പെട്ട നാട്ടിൻപുറമായത് കാരണം എല്ലാവരും ഞാൻ നേരത്തെ എപ്പോഴും പറയുന്നതാണല്ലോ, ഞങ്ങളുടെ ഇൻറ്റിമസി കൂടുതലുള്ള ഒരു ആൾക്കാരുള്ള മേഖലയാണ് ഞങ്ങളുടെ കാട്ടിൽ മാർക്കറ്റിലുള്ള എല്ലാ വ്യക്തികളും. വർഗീസ് സാറിനും ചാർലി വർഗീസ് സാറിനും ആ വെറ്റിനറി ഹോസ്പിറ്റലിൽ അത്രയും വർക്ക് ചെയ്ത ഡോക്ടേഴ്സിനും അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിച്ച സ്റ്റാഫിനും എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങൾ വിനീതമായി നന്ദി രേഖപ്പെടുത്തുന്നു. ഇനിയും ഇങ്ങനെയുള്ള ഇത് വരുന്ന സമയത്ത് നമ്മൾ ഒരു ചെറിയ ജീവിയാണെങ്കിൽ പോലും അതിനെ രക്ഷിച്ച് ഇതുകൂട്ട് വെറ്റിനറി ഡിപ്പാർട്ട്മെൻറ്റിൽ കൊണ്ടുവന്ന് അതിനെ രക്ഷിക്കാനുള്ള മാനസികാവസ്ഥ നമ്മുടെ നാട്ടുകാർക്ക് എല്ലാവർക്കും ഉണ്ടാകണം എന്നൊരു കാര്യം കൂടി നമ്മൾ പറയുകയാണ്. ഒരു ചെറിയൊരു ജീവിയാണെങ്കിൽ പോലും ഇങ്ങനെ കൊണ്ടുവന്നാൽ അതിനെ സംരക്ഷിക്കാൻ പറ്റും. നമ്മുടെ ഈ മൃഗാശുപത്രിയിലൊക്കെ ഉണ്ടല്ലോ, ഏതൊരു കിളിയെപ്പോലും കൊണ്ടുവന്നാൽ അവരത് ക്ലിയർ ചെയ്ത് നമ്മുടെ സംരക്ഷിച്ച് വിടും. പണ്ട് എനിക്കൊരു കോഴി ഉണ്ടായിരുന്നു. കോഴി ചത്ത്, യഥാർത്ഥത്തിൽ കോഴിയെ പട്ടി പിടിച്ചിരുന്നു. ഞങ്ങൾ അന്നേരം തന്നെ വെറ്റിനറി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോഴത്തേക്ക് അദ്ദേഹം അന്നേരം തന്നെ മരുന്ന് വെച്ച് എല്ലാം തയ്ച്ച് വിട്ടിരുന്നു. പക്ഷേ പിറ്റേ ദിവസം അത് പട്ടി കടിച്ചല്ല, അതുകൊണ്ട് കോഴി ചത്തു. എന്നാലും അദ്ദേഹം കാണിച്ച ആ ഒരു മനസ്സ് പറയാതിരിക്കാൻ വയ്യ. അതേ കൂട്ട് തന്നെയാണ് ഈ ഡോക്ടേഴ്സും അതിനുള്ള സ്റ്റാഫും നമ്മുടെ ഈ വർഗീസ് സാറും എല്ലാം ചെയ്യുന്നത്. അവർ നല്ല രീതിയിലാണ് ഈ നമ്മുടെ പെരുമ്പാമ്പിനെ കെയർ ചെയ്യുന്നത്. അത് എനിക്ക് വീണ്ടും പറയാതിരിക്കാൻ വയ്യ, ഇവരോടുള്ള നന്ദി എനിക്ക് പറയാതിരിക്കാൻ വയ്യ. അത്രയ്ക്ക് സേഫായിട്ടാണ് ഇവരെല്ലാ കാര്യങ്ങളും ആ ഒരു ജീവിയെ രക്ഷിക്കാൻ വേണ്ടി ഇവർ കാണിക്കുന്ന ആത്മാർത്ഥത നമ്മളെല്ലാവരും ഒന്ന് മനസ്സിലാക്കണം. നമ്മൾ ഓരോ ജനങ്ങളും നമ്മൾ ഈ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ജനങ്ങളും ഈ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് അറിയിക്കണം. ഇങ്ങനെ ഒരു വെറ്റിനറി ഹോസ്പിറ്റലുണ്ടെന്നും പിന്നെ ചാർലി വർഗീസ് സാറിൻ്റെ ആതുര സേവനം എല്ലാം നമ്മൾ മറ്റുള്ളവരിലോട്ട് ഒന്ന് ഷെയർ ചെയ്യണം.
പിന്നെ ചാർലി വർഗീസ് സാറിന് ഒരു യൂട്യൂബ് ചാനലുണ്ട്. അതിനകത്തിലും ഇതുകൂട്ട് അദ്ദേഹം ചെയ്യുന്ന റെസ്ക്യൂ പ്രവർത്തനങ്ങളെല്ലാം, അദ്ദേഹത്തിന് പിടിക്കുന്ന പാമ്പിനെയും അങ്ങനെയുള്ള എല്ലാ റെസ്ക്യൂവിൻ്റെ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും അദ്ദേഹത്തിൻ്റെ വീഡിയോ. ആ വീഡിയോ കയറി കണ്ട് അദ്ദേഹത്തിനെയും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ ഇതിനകത്തിൽ അറിയിക്കുന്നു. അപ്പം നമ്മുടെ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.